ഹായ് ഫ്രണ്ട്സ്, ഷീഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. വർഷങ്ങളായി കണിവെള്ളരി നട്ട് നനച്ച് വിഷുവിന്റെ സമയത്ത് സ്വർണ്ണ നിറമുള്ള വെള്ളരിക്ക വിളവെടുക്കുന്ന ഒരു കർഷകന്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. എത്രയോ വർഷങ്ങളായി ഈ ഒരു പാടത്ത് ഒരു പ്രാവശ്യം മാത്രമേ കൃഷി ചെയ്യുള്ളൂ. ആ ഒരു പ്രാവശ്യം ചെയ്യുന്നത് ഈ കണിവെള്ളരിയാണ്. അത് 100 മേനയാണ് വിളവ് ഉണ്ടാവാറ്. അത് ശരിക്കും ജനങ്ങൾക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരു കർഷകനാണ്. ആ കർഷകനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. വെള്ളരി വിത്തിടുന്ന ഒരു ദിവസമാണ്, ഒരു സുദിനമാണ് ഇന്ന്. ഈ വിത്തിടലിന് ഒട്ടനവധി ആളുകൾ ഇവിടെ പങ്കെടുക്കാറുണ്ട് വർഷങ്ങളായിട്ട് തന്നെ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ അപ്പു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ NSS വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജ്യോതിരാജ് സാറ്, മറ്റനവധി കൗൺസിലേഴ്സ്, ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ്ബ് മെമ്പർമാര്, അങ്ങനെ ഒത്തിരി പേര് പങ്കെടുക്കുന്ന ഒരു വിത്തിടൽ കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കത് നേരിട്ട് കാണാം. വെള്ളരി നടാനുള്ള തടങ്ങളാണ് റെഡിയാക്കി ഇട്ടിട്ടുള്ളത്. നല്ല നീറ്റായിട്ടിട്ടുണ്ട്. ചാണകപ്പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിവളമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ വിത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് വെള്ളം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം ഇതാണ് KPA റഷീദ്. ഈ വെള്ളരി പാടത്ത് നിറയെ എല്ലാ വർഷം തോറും കണിവെള്ളരി നട്ട് നനച്ച് വളർത്തി വിളവെടുത്ത് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് സ്വർണ്ണ നിറമുള്ള വെള്ളരി കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ചെയ്യുന്ന വ്യക്തി കർഷകൻ ഗുരുവായൂർ നഗരസഭ മുൻ കൗൺസിലറും കൂടിയായിരുന്ന KPA റഷീദ്. ഗുരുവായൂരിന്റെ മൂത്താണിത്. ഗുരുവായൂർ വന്ന് KPA എന്ന് പറഞ്ഞാൽ മതി, പിന്നെ എല്ലാവർക്കും അറിയാം. KPA റഷീദ് എന്ന് പറയേണ്ട, KPA എന്ന് പറഞ്ഞാൽ KPA റഷീദ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കർഷകനെ നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. എന്താണ് നമ്മുടെ ഇപ്പൊ വരുന്ന തലമുറയോട് ഒക്കെ പ്രേക്ഷകരോടും ഈ കൃഷിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ ചെറുപ്പകാലത്തിലൊന്നും അങ്ങനെ വലിയ കൃഷി രീതിയെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ മുമ്പ് വയലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ നെല്ല് കൊയ്തെടുത്ത് കൈവണ്ടിയിൽ കൊണ്ടുവരുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ കൃഷിയോടുള്ള താല്പര്യം, ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോൾ നെല്ല് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങിക്കൂടാ? ഇത്രയും മാരകമായ വിഷം ചേർത്ത പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് അറിയാം, നമുക്ക് ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുത്ത കിലോയ്ക്ക് കിട്ടുന്ന സാഹചര്യം തഹാനി ജംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുണ്ട്. പച്ചക്കറികളൊക്കെ കിട്ടാം. എല്ലാ പച്ചക്കറികളും അവിടെ വരും. വ്യാഴം ദിവസങ്ങളിൽ വരുന്നുണ്ട്, പല സമയങ്ങളിൽ പല ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് മാരകമായ വിഷം കലർത്തിയതാണെന്ന് ഏകദേശം ഒരു 10-15 വർഷമായിട്ട് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, കർണാടക, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, അതുപോലെ തമിഴ്നാട് സ്ഥലങ്ങൾ, കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ അവിടെ തെളിക്കുന്ന മരുന്നടിക്കുന്ന ഒരു രീതിയൊക്കെ കാണുമ്പോൾ നമ്മളല്ലേ ഇതൊക്കെ എല്ലാം കഴിക്കുന്നത്? നമുക്ക് വേണ്ടി അവർ കച്ചവടം ചെയ്യാണ്. മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നാൽ മാത്രമേ നമ്മുടെ അടുക്കള ഉണരൂ എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിയാണ് നമ്മളും കുറച്ച് കൃഷി ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയത്. ആ മനസ്സിൽ തോന്നിയതിൻ്റെ ആശയത്തിലാണ് ഞാൻ പഠിച്ച VR അപ്പു മെമ്മോറിയൽ സ്കൂളിലാണ് ഞാൻ എൻ്റെ SLC വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ മക്കളെ അവിടെ ചേർത്തു. അവിടുത്തെ കുട്ടികളെ ഇതിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ചു. അവിടെ PTA പ്രസിഡന്റ് ആയതിനു ശേഷം അവിടുത്തെ എല്ലാ വർഷവും കഴിഞ്ഞ ഏകദേശം ഒരു 5 വർഷക്കാലമായിട്ട് അവിടുന്ന് കുട്ടികളെ എല്ലാ വർഷവും നമ്മൾ അവിടുന്ന് കുട്ടികളെ കൊണ്ടുവരും. അവിടുത്തെ NSS വോളണ്ടിയർമാർ, അതുപോലെ എൻ്റെ മക്കളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, അവരൊക്കെ അവരുടെ ടീച്ചർമാരുടെയൊക്കെ സഹായത്തോടു കൂടിയല്ല കുറച്ച് കുട്ടികളെങ്കിലും അത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് കാണുക മാത്രമല്ല, അതിൽ നിന്ന് ഒരു ഒട്ടുമിക്ക കുട്ടികളും കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിലൂടെ വന്നിട്ടുണ്ട്. അവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ജനിച്ചിട്ടുണ്ട്. അത് ഞാൻ വന്നപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ കുട്ടികൾക്കും കൃഷി ചെയ്യാൻ, അവരുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയെങ്കിലും, വിൽക്കാനല്ല,
സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ആയിട്ട് എല്ലാ വീട്ടുകാരും കുട്ടികളും ഒക്കെ കൂടി ഒത്തൊരുമിച്ചാലേ എല്ലാം നടക്കും അല്ലേ? അതെ. ഇന്ന് ഇവിടെ വെള്ളരി വിത്തിടൽ കർമ്മത്തിന് നമ്മുടെ അപ്പു മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികള് NSS വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ പറയൂ ബാക്കി കാര്യങ്ങള്. കുട്ടികളെ പുതിയ തലമുറയെ കൃഷിയിലേക്ക് ഇറക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മാരകമായ വിഷം ചേർന്ന പച്ചക്കറികളാണ് വീടുകളിൽ അവരുടെ അച്ഛനമ്മമാർ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കുന്നതെന്ന് അവർക്കൊരു ബോധം ഉണ്ടാവാൻ വേണ്ടി. പുതിയ തലമുറ നമുക്കറിയാം, എല്ലാവരും മൊബൈലിൻ്റെയും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെയും മുന്നിൽ ഇരിക്കുകയാണ്. അവർക്ക് കൃഷിയെക്കുറിച്ച് അറിയില്ല. നെല്ല് എന്താണെന്ന് ചോദിച്ചാൽ എന്താണാവോ എന്ന് പറയുന്ന പുതിയ തലമുറയാണ് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു കൃഷി രീതിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ കാരണം. ഫാർമേഴ്സ് ക്ലബ്ബ് കഴിഞ്ഞ 11 വർഷമായിട്ട് വിഷുവിന് ജൈവ വെള്ളരി ഇവിടെ ഇതിൻ്റെ വിത്തിടുകയാണ്. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ്, വിത്തിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ഈ വാർഡിൻ്റെ കൗൺസിലറും ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്തും നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയായ അവനോട് KK ജ്യോതിരാജ് അവർകളാണ് ഇന്ന് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഫാർമേഴ്സ് ക്ലബിന് വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെയൊക്കെ ക്ലബ്ബ് പ്രസിഡന്റ്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ KS മനോജ് കുമാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഏകദേശം 6 വർഷക്കാലമായിട്ട് ഇവിടെ വിത്തിടാൻ വരുന്നത് ഞാൻ പഠിച്ച വിദ്യാലയത്തിലെ VR അപ്പു മെമ്മോറിയൽ സ്കൂളിലെ NSS വളണ്ടിയർമാരും അവിടുത്തെ അധ്യാപകരും കൂടിയാണ് ഇവിടെ വിത്തിടാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് ഈ കൃഷിയെ കുറിച്ചും അതേപോലെ തന്നെ ജൈവ കൃഷി എന്നുള്ളത് അവർക്ക് അറിയില്ല. അവർക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു. ഇത് പിന്നെ ഹരിത വിപ്ലവം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വെള്ളരി വിപ്ലവമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സെന്ററിലോ മനോജ് വെള്ളരി നടാനുള്ള തടങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 വരകൾ ഇട്ടിട്ട് അതിനകത്താണ് വിത്തിടുന്നത്. ഇവിടെ വരുന്നവർക്കെല്ലാം ഫ്രഷ് ആയിട്ടുള്ള ബജ്ജികൾ കൊടുക്കുന്നുണ്ട്. നല്ല അടുപ്പത്ത് തീ വെച്ച് നല്ല ഫ്രഷ് ആയിട്ട്. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾ വന്നു, വിത്തിട്ടു, വൈസ് ചെയർപേഴ്സൺ വന്നു, അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് ഇവിടെ നല്ല അടിപൊളി ചടങ്ങുകളൊക്കെ നടന്നു. വിത്തിടൽ കർമ്മങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി ഈ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പൊ അതിന്റെ മുന്നേ ഒരു കാര്യം, പ്രേക്ഷകർക്ക് ഈ വെള്ളരി കൃഷി ചെയ്യുന്ന രീതി, ഇപ്പൊ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും അധികം നമ്മള് സ്വർണ്ണ കളറുള്ള വെള്ളരി വിളവെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് ഇല്ലേ? അപ്പൊ ആ രീതി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. വെള്ളരി എന്ന് പറയുമ്പോൾ 2 മാസം, ഏകദേശം 60 ദിവസമാണ്. 50 ദിവസം മുതൽ 60 ദിവസം വരെയാണ് വെള്ളരി കൃഷിയുടെ കാലാവധി. വിത്തിട്ട് ഏകദേശം 50-55 ദിവസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാം. നമ്മൾ നല്ല വെയിലുള്ള സ്ഥലമാവണം, നല്ല മണ്ണായിരിക്കണം, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. നമ്മൾ തടങ്ങളെടുത്ത് ഏകദേശം ഇതിൽ നമ്മൾ ഈ കുറച്ച് സ്ഥലത്ത് നമ്മൾ 200 തടങ്ങളാണ് നമ്മൾ ചെയ്യാറ്. 200 തടങ്ങളിൽ നമ്മൾ ഏകദേശം 6-7 വിത്ത് നമ്മൾ ഇട്ടിട്ട് അതിൽ കരുത്തുള്ള ഒരു 4-5 തൈകളാണ് നമ്മൾ അതിൽ നിർത്തുക. ആദ്യം നമ്മൾ തയ്യാറാക്കുമ്പോൾ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് തടം വൃത്തിയാക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിൽ അതിന് മുമ്പ് തന്നെ കുമ്മായ ഇടാറുണ്ട്. അതുപോലെ അതിന് മുമ്പായിട്ട് ഇത് തടം ഉണ്ടാവുന്ന കുഴി എടുത്തതിന് ശേഷം നമ്മൾ തീയിടാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുക കൊടുത്ത് അത് തീയൊക്കെ ഇട്ട് അതിൽ വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുക കൊടുക്കും.
അത് കഴിഞ്ഞ ശേഷം നമ്മൾ തടം തയ്യാറാക്കി അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും ചാണകപ്പൊടിയാണ് ഇതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ ഒന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്ക് നമ്മൾ കുറേശ്ശെ കലക്കി ഒഴിച്ചു കൊടുക്കും. ഒരു പിണ്ണാക്ക് വളർച്ച മാത്രം കിട്ടാൻ വേണ്ടി. പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും, അതില് ചാണകവും അത് വേറെ ഗോമൂത്രവും ചേർക്കും. അതിന് ശേഷം അത് രണ്ടാമത്തെ റൗണ്ട് ശരി. ഒരു 15 ദിവസത്തിന് ശേഷം നമ്മൾ അതിന് ജീവാമൃതം ഉണ്ടാക്കിയിട്ട് ജീവാമൃതം നമ്മൾ ഗോമൂത്രം, ചാണകം, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, ശർക്കര എന്നിവ എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് ചേർക്കും. നമ്മൾ ചേർത്ത് ഏകദേശം ഒരു 3 ദിവസമൊക്കെ വെച്ച് അത് കുറച്ചായിട്ട് കലക്കി. ഈ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോ അത് എത്ര ഇല പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നത്? നമ്മളൊരു 3 ഇല ഏകദേശം വലുതായിട്ടാണ് ഏകദേശം ഒരു 15 ദിവസം ആകുമ്പോഴത്തേനും നല്ല വള്ളി വീശേണ്ട ഘട്ടത്തിൽ എത്തുന്നതിന്റെ മുൻപായിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കും. അത് എത്ര ലിറ്ററിന് എത്ര കിലോ അങ്ങനെയൊക്കെ നമ്മൾ കണക്കറിയോ? ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ശർക്കര, 1 കിലോ കപ്പലണ്ടി പിണ്ണാക്ക്, ഒപ്പം തന്നെ പയറുപൊടി പൊടിച്ച് സാധാരണ നമ്മൾ അതാണ് ഫസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ പയറുപൊടി ഒക്കെ കൂടി എത്ര ലിറ്ററിൽ ഒഴിച്ചു കൊടുക്കും? ഒരു 200 ലിറ്റർ? ഒരു ഏകദേശം ഒരു 200 ലിറ്ററിന്റെ അതിലേക്ക് 1 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് മതിയാവും. മതി. പിന്നെ അതിൽ വെള്ളം ഡൈലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം, ഗോമൂത്രം എത്ര ലിറ്റർ വേണം? ഗോമൂത്രം 5 ലിറ്റർ 5 ലിറ്റർ ഗോമൂത്രം. എന്നിട്ട് ഈ 200 ലിറ്ററിൽ കലക്കിയിട്ട്, ശ്രദ്ധിക്കണം കേട്ടോ, 200 ലിറ്റർ കലക്കിയിട്ട് പിന്നീട് നമ്മൾ ഒരു ലിറ്ററിനെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ടോ? 1 ലിറ്ററിൽ 10 ലിറ്റർ ആക്കിയിട്ട്. അപ്പൊ 1 ലിറ്റർ 1 കിലോ എല്ലാം നമ്മൾ ചേർക്കണമല്ലോ. അതെ. അപ്പൊ ഇത്രയും ലിറ്റർ വെള്ളം ഒഴിച്ച പിന്നെ അല്ല, നമ്മളതിനെ സാധാരണ അതിനെ ലൂസ് ആക്കുക എന്നുള്ളതാണ്. ലൂസ് ആക്കുക. കറക്റ്റ് നമ്മളങ്ങനെ കണക്ക് നോക്കിയിട്ടില്ല. അല്ല, ഇവരിപ്പോ ചെയ്യുമ്പോ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ അങ്ങനെ ഒരു കണക്കൊന്നും നോക്കാറുണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കണക്ക് വെച്ചിട്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യണവർക്ക് 5 ലിറ്റർ മതി. 5 ലിറ്റർ ഗോമൂത്രം, ഏകദേശം 5 കിലോ, ഒരു കൊട്ട ചാണകമാണ് നമ്മൾ ഇടാറ്. ആദ്യം എന്നോട് പറഞ്ഞല്ലോ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് മാത്രം ഒഴിച്ചു കൊടുക്കും. അതാണ് ചോദിക്കുന്നത്. നമ്മൾ ഏകദേശം അതിന്റെ കണക്കാണ് ഏകദേശം ഒരു ഡപ്പ ആണെങ്കിൽ അത് 10 ഡപ്പ, 1 ലിറ്റർ ആണെങ്കിൽ 10 ലിറ്റർ ആക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് എത്ര കിലോ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മളിവിടെ കലക്കും? 200 തടണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് കുറച്ച് ചെയ്യണവർക്ക് അതിനനുസരിച്ച് കുറച്ച് ചെയ്യാലോ. അപ്പൊ 200 തടത്തിന് നമ്മൾ എത്ര കിലോ കപ്പലണ്ടി പിണ്ണാക്ക്? നമുക്കൊരു 10 കിലോ ഉണ്ടായാൽ മതി. 10 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് 200 ലിറ്റർ ഡ്രമ്മില് 10 കിലോ ഗോമൂത്രം. അല്ല, അത് 2 സ്റ്റെപ്പായിട്ട് ഒഴിക്കും. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ പകുതി എടുക്കും. അത് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു ഇല്ലല്ല ബാക്കിയുള്ളത് കഴിഞ്ഞ ഒരു 5 കിലോനൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നമ്മൾ ഈ പൂർണ്ണ എല്ലാ സ്ഥലത്തും എത്തും. അതുപോലെ ഒപ്പം നമ്മൾ വേറെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ചീര, പയറൊക്കെ അപ്പൊ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് ആദ്യത്തെ ഘട്ടത്തിൽ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് മാത്രം. അത് 10 കിലോ എടുക്കണം എന്നില്ല, 5 കിലോ എടുത്താലും ഇഷ്ടപ്രകാരം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ നല്ല ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. നല്ല രീതിയിൽ ഇലയൊക്കെ നല്ല പച്ചപ്പോട് കൂടി വളർന്നു വരാനായിട്ട് അത് സഹായിക്കും. പിന്നീട് നമ്മള് ചാണകം ഇട്ടിട്ട് ഒരു മണ്ണൊന്ന് ഇറക്കി കൊടുക്കില്ലേ? മണ്ണ് നമ്മൾ ചാണകം ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം വിത്തിട്ടല്ലോ, വിത്തിട്ടതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതില് ഗ്രോത്ത് ഉള്ള തൈകളെ നിർത്തുമ്പോൾ നമ്മൾ ഇട ഒക്കെ ഇളക്കി രണ്ടാമത് കുറച്ച് ചാണകപ്പൊടി കുറച്ച് മണ്ണിറക്കി കൊടുത്ത് അതിന് ശേഷമാണ് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം വളട്ടതിന് ശേഷം അല്ല, രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ആദ്യം തന്നെ ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടുകൊടുക്കുന്നത്. അതിനുശേഷം നമ്മള് ഇത് നമ്മൾ മാറ്റൂലോ, 5 നിലനിർത്തിയിട്ട് മാറ്റിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് മണ്ണൊന്ന് ഇറക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇറക്കി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഗ്രോത്ത് ഇല്ലാത്ത തൈകളെ നമ്മൾ അതിന്ന് പറിച്ചു മാറ്റും. അതിനുശേഷം നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 15 ദിവസത്തെ ഇടവേളകളിൽ ജീവാമൃതം 15 ദിവസം ഇടവിട്ട് ജീവാമൃതം ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പം നല്ല കരുത്തുള്ള സ്വർണ്ണ നിറമുള്ള വെള്ളരിക്ക നമുക്ക് കണി കാണാനായിട്ട് കിട്ടും. അപ്പൊ ഇനി കണിവെള്ളരി വിളവെടുപ്പ് മഹോത്സവത്തിനാണ് അടുത്ത വീഡിയോ. അപ്പൊ ഇതെല്ലാവരും വേഗം തന്നെ, ഞാൻ ഇന്ന് തന്നെ അത് എഡിറ്റ് ചെയ്യും, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവരും കണ്ട് വേഗം ചെയ്യുക. കൃഷിനെ നല്ല വെള്ളരി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? ഒരു 12-ാം തീയതി, 12-ാം തീയതി ഏപ്രിൽ 12 കൂടിയാണ് നമ്മൾ
വിളവെടുക്കുന്നത്. കാരണം വിഷുവിന് തൊട്ട് 2-3 ദിവസം മുൻപ്. ഇനി ആർക്കെങ്കിലും കണിവെള്ളരി ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മുൻകൂട്ടി കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വെക്കാം, നമ്പർ കൊടുക്കാം. നല്ല ഓർഗാനിക് കണിവെള്ളരിയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ 10 കിലോനോ 5 കിലോനോ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത തന്നെ ഒരു കിടുക്കാച്ചി വീഡിയോ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ. താങ്ക് യു.